തമിഴ് മണ്ണിൽ ഒരു സിനിമാ താരവും ദൈവവും തമ്മിലുള്ള വ്യത്യാസം തിരിച്ചറിയുക എന്നത് ഏതാണ്ട് അസാധ്യമായൊരു കാര്യമാണ്. കാരണം ഇവിടെയുള്ള ജനത തങ്ങളുടെ പ്രിയപ്പെട്ട ഹീറോയുടെ സിനിമകൾ വെറുതെ കാണുക മാത്രമല്ല ചെയ്യുന്നത്, മറിച്ച് അവരിലൂടെ തങ്ങളുടെ പ്രതീക്ഷകളും ശബ്ദവും ചിലപ്പോൾ തങ്ങളുടെ ഭാവിയും വരെ അവർ കണ്ടെത്തുന്നുണ്ട്. തമിഴ്നാടിൻ്റെ മണ്ണ് പണ്ട് MGRനെയും ദൈവമാക്കി മാറ്റിയിരുന്നു. ജയലളിതയെ അമ്മ എന്ന് വിളിച്ച് അധികാരത്തിൻ്റെ കൊടുമുടിയിൽ എത്തിച്ചു. ഇപ്പോൾ 2026 തമിഴ്നാട് മറ്റൊരു പേരുകൂടി ചരിത്രത്തിൽ ഏറ്റവും വലിയ അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ആ പേരാണ് ദളപതി വിജയ്. വെള്ളിത്തിരയിൽ ആളുകളുടെ ആവേശത്തോടെ വിളിച്ചിരുന്ന ആ പേര് ഇന്ന് തമിഴ്നാട് രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ ശക്തിയാണ്. തൻ്റെ ആദ്യ തിരഞ്ഞെടുപ്പിൽ തന്നെ ദശകങ്ങൾ പഴക്കമുള്ള രാഷ്ട്രീയ കോട്ടകൾ തകർത്തെറിഞ്ഞ വിജയത്തിൻ്റെ ഈ യാത്ര വെറുമൊരു സൂപ്പർ സ്റ്റാറിൻ്റെ വളർച്ചയല്ല, മറിച്ച് പരിഹാസങ്ങളിൽ നിന്നും അവഗണനകളിൽ നിന്നും ഉയർത്തെഴുന്നേറ്റ ഒരു മനുഷ്യൻ്റെ പോരാട്ടത്തിൻ്റെ കഥ കൂടിയാണ്. ഈ കഥ തുടങ്ങുന്നത് രാമേശ്വരംകാരനായ MS ചന്ദ്രശേഖരൻ എന്ന യുവാവിൽ നിന്നാണ്. സിനിമയോടുള്ള അടങ്ങാത്ത ആവേശം കാരണം കേന്ദ്ര സർക്കാർ ജോലി ഉപേക്ഷിച്ചാണ് അദ്ദേഹം മദ്രാശിയിലേക്ക് വണ്ടി കയറിയത്. കഠിനമായ ദാരിദ്ര്യത്തിലും നാടകത്തോടുള്ള ഇഷ്ടം കൊണ്ട് അദ്ദേഹം പൊരുതി നിന്നു. ആ യാത്രയിലാണ് അദ്ദേഹം ശോഭയെ പരിചയപ്പെടുന്നതും അവർ വിവാഹിതരാകുന്നതും. 1974 ജൂൺ 22 ആ കുടുംബത്തിലേക്ക് ജോസഫ് വിജയ് ചന്ദ്രശേഖരൻ എന്ന ഒരു ആൺകുഞ്ഞ് പിറന്നു. വിജയുടെ ലോകം തൻ്റെ അനിയത്തി വിദ്യയായിരുന്നു. എന്നാൽ 10 വയസ്സുള്ളപ്പോൾ രോഗം ബാധിച്ച് വിദ്യ മരിച്ചതോടെ ആ കുട്ടിയുടെ ജീവിതം മാറിമറിഞ്ഞു. വീട് മുഴുവൻ ഓടി നടന്ന് ബഹളം വെച്ചിരുന്ന വിജയ് അതോടെ നിശബ്ദനായി മാറി. മുറിക്കുള്ളിൽ അടച്ചിരിക്കാനും ആൾക്കൂട്ടങ്ങളിൽ നിന്ന് അകന്നു നിൽക്കാനും അവൻ ആഗ്രഹിച്ചു. ആ സ്വഭാവം ഇന്നും വിജയുടെ വ്യക്തിത്വത്തിൽ നമുക്ക് കാണാം. വർഷങ്ങൾക്കിപ്പുറം 1992 തൻ്റെ 18ാം വയസ്സിൽ അച്ഛൻ സംവിധാനം ചെയ്ത നാളെ തീർപ്പ് എന്ന സിനിമയിലൂടെ വിജയ് നായകനായി എത്തിയപ്പോൾ ലോകം അവനെ എതിരേറ്റത് ക്രൂരമായ പരിഹാസങ്ങളിലൂടെയായിരുന്നു. ഒരു പ്രമുഖ മാഗസിൻ അവനെ കാണാൻ കൊള്ളില്ല എന്നും അച്ഛൻ്റെ പണം വെറുതെ കളയരുത് എന്നും എഴുതി പരിഹസിച്ചു. ആദ്യ സിനിമകൾ പരാജയപ്പെട്ടപ്പോൾ ആളുകൾ അവനെ ഫ്ലോപ്പ് മെഷീൻ എന്ന് വിളിച്ചു. പക്ഷേ ആ പരിഹാസങ്ങളെല്ലാം നിശബ്ദനായി നേരിട്ട വിജയ് 96 പൂവേ ഉനക്കാക എന്ന ചിത്രത്തിലൂടെ തമിഴകത്തിൻ്റെ പ്രിയപ്പെട്ട ചോക്ലേറ്റ് ഹീറോ ആയി വളർന്നു. തുടർന്ന് വന്ന കാതലിക്ക് മര്യാദ, തുള്ളാത മനവും തുള്ളും എന്നീ ചിത്രങ്ങൾ വിജയുടെ താരമൂല്യം വർദ്ധിപ്പിച്ചു. 2003 തിരുമല എന്ന ചിത്രത്തിലൂടെ ഒരു ആക്ഷൻ ഹീറോ ആയി മാറിയതോടെ വിജയുടെ കരിയറിന്റെ വലിയൊരു മാറ്റമാണ് അന്ന് സംഭവിച്ചത്. ഗില്ലി, പോക്കിരി എന്നീ വമ്പൻ ഹിറ്റുകളിലൂടെ അദ്ദേഹം ഒരു മാസ് സൂപ്പർ സ്റ്റാറായി മാറി. 2010 തൻ്റെ 50ാമത്തെ ചിത്രം സൂറ പരാജയപ്പെട്ടതോടെ ഇനി ഇയാൾക്ക് തിരിച്ചുവരവില്ല എന്ന് പറഞ്ഞവർക്ക് മുന്നിൽ കാവലൻ, തുപ്പാക്കി എന്നീ ചിത്രങ്ങളിലൂടെ അദ്ദേഹം ശക്തമായൊരു തിരിച്ചുവരവ് നടത്തി. പിന്നീട് കത്തി, മെർസൽ, സർക്കാർ തുടങ്ങിയ സിനിമകളിലൂടെ സാമൂഹിക പ്രശ്നങ്ങൾ കൂടി ചർച്ച ചെയ്തുകൊണ്ട് അദ്ദേഹം ജനങ്ങളുടെ ശബ്ദമായി മാറി. 2021 കോവിഡ് പ്രതിസന്ധികൾക്കിടയിൽ തിയേറ്ററുകളെ രക്ഷിക്കാൻ വിജയ് തന്നെ വരേണ്ടി വന്നു. വിജയുടെ രാഷ്ട്രീയ പ്രവേശനവും സിനിമകളിലൂടെ തന്നെയായിരുന്നു ആരംഭിച്ചത്. മെർസൽ, സർക്കാർ, കത്തി എന്നീ സിനിമകളിലൂടെ GST, ഡിജിറ്റൽ ഇന്ത്യ, കർഷക പ്രതിസന്ധികൾ തുടങ്ങിയ പ്രശ്നങ്ങൾ, കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നയങ്ങളെ അദ്ദേഹം അന്ന് രൂക്ഷമായി വിമർശിച്ചിരുന്നു. ഇത് പലപ്പോഴും വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് വഴിതെളിച്ചു. സിനിമ നിരോധിക്കണമെന്ന ആവശ്യവും BJP ഉൾപ്പെടെയുള്ള കക്ഷികളുടെ ഭാഗത്തു നിന്നുള്ള കടുത്ത എതിർപ്പുകളും അദ്ദേഹം നേരിടേണ്ടി വന്നു. തൻ്റെ സിനിമകളുടെ റിലീസ് തടയാനുള്ള ശ്രമങ്ങളും ആദായ നികുതി വകുപ്പിന്റെ റെയ്ഡുകളും വിജയെ തളർത്താൻ ലക്ഷ്യമിട്ടുള്ളതായിരുന്നു. എന്നാൽ ഓരോ റെയ്ഡും അദ്ദേഹത്തിന് ജനങ്ങൾക്കിടയിൽ കൂടുതൽ സ്വീകാര്യത നൽകുകയായിരുന്നു. രാഷ്ട്രീയത്തിലേക്കുള്ള പടവുകൾ അദ്ദേഹം പണിന്നത് തൻ്റെ ഫാൻസ് അസോസിയേഷനായ വിജയ് മക്കൾ ഇയക്കം വഴിയായിരുന്നു. കേവലം സിനിമാ പ്രമോഷനുകൾക്കപ്പുറം ഈ സംഘടനയെ ഒരു സാമൂഹിക സേവന പ്രസ്ഥാനമാക്കി അദ്ദേഹം മാറ്റി. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകളിൽ തൻ്റെ സംഘടനയിലെ പ്രവർത്തകരെ സ്വതന്ത്ര സ്ഥാനാർത്ഥികളായി മത്സരിപ്പിക്കുകയും വൻ വിജയം നേരിടുകയും ചെയ്തതോടെ വിജയുടെ രാഷ്ട്രീയ ശക്തി തെളിയിക്കപ്പെട്ടു. എന്നാൽ സ്വന്തം പിതാവായ SA ചന്ദ്രശേഖരൻ വിജയുടെ പേരിൽ രാഷ്ട്രീയ പാർട്ടി രജിസ്റ്റർ ചെയ്തപ്പോൾ തൻ്റെ പേരോ ചിത്രമോ രാഷ്ട്രീയ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കരുതെന്ന് പറഞ്ഞ് പിതാവിനെതിരെ തന്നെ അദ്ദേഹം കോടതിയെ സമീപിച്ചു. തൻ്റെ രാഷ്ട്രീയ നിലപാടുകൾ മറ്റാരും നിയന്ത്രിക്കരുത് എന്ന് അദ്ദേഹത്തിന് ഉറച്ച തീരുമാനമായിരുന്നു അവിടെ കണ്ടത്. 2024 ഫെബ്രുവരി 2 അദ്ദേഹം തൻ്റെ പാർട്ടിയായ തമിഴക വെട്രിക്കഴകം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. സിനിമയിൽ നിന്നും പൂർണ്ണമായി വിരമിക്കുന്നുവെന്നും ജനസേവനത്തിനായി ജീവിതം മാറ്റിവെക്കുന്നുവെന്നും അദ്ദേഹം അന്ന് പ്രഖ്യാപിച്ചിരുന്നു. DMK, AIADMK എന്നീ വമ്പൻ പാർട്ടികൾക്ക് പകരം വെക്കാൻ ഒരു മൂന്നാം ശക്തി എന്ന നിലയിലായിരുന്നു TVKയുടെ വളർച്ച. 2024 ഒക്ടോബറിൽ വിക്രവാണ്ടിയിൽ നടന്ന പാർട്ടിയിൽ ആദ്യ സംസ്ഥാന സമ്മേളനത്തിൽ ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുത്തതോടെ വിജയുടെ ജനപ്രീതി രാഷ്ട്രീയ ശത്രുക്കളെ ഭയപ്പെടുത്തുന്നുണ്ടായി. 2026 തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പാണ് വിജയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പരീക്ഷണം. മതേതരത്വവും തമിഴ് ദേശീയതയുടെ സമത്വവും ഉയർത്തിപ്പിടിച്ചായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രചാരണം.
പ്രചാരണം. ഭരണകക്ഷിയായ DMK-യുടെ കുടുംബാധിപത്യത്തെയും അഴിമതിയെയും അദ്ദേഹം തന്റെ പ്രസംഗങ്ങളിലൂടെ കടന്നാക്രമിച്ചു. യുവാക്കളുടെയും സ്ത്രീകളുടെയും വലിയ പിന്തുണ അദ്ദേഹത്തിന് ലഭിച്ചു. DMK-യും AIADMK-യും ഒരുമിച്ച് നിന്ന് വിജയെ തടയാൻ ശ്രമിച്ചെങ്കിലും ജനങ്ങൾ മാറ്റത്തിനായി ആഗ്രഹിച്ചിരുന്നു. തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ തമിഴ്നാട് കണ്ടത് ഒരു രാഷ്ട്രീയ വിപ്ലവമായിരുന്നു. 234 സീറ്റുകളിൽ 108 സീറ്റുകൾ നേടി വിജയുടെ TVK ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി മാറി. ദശാബ്ദങ്ങളായി തമിഴ് മണ്ണ് ഭരിച്ച മുന്നണികൾ അപ്രസക്തമായി. കോൺഗ്രസ് ഉൾപ്പെടെയുള്ള കക്ഷികളുടെ പിന്തുണയോടെ 2026 മെയ് 10 ജോസഫ് വിജയ് തമിഴ്നാടിന്റെ 13ാമത് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. തന്റെ ചിത്രങ്ങളുടെ റിലീസ് തടയാൻ നോക്കിയ തിയേറ്റർ ഉടമകൾക്കും തന്റെ അഭിനയത്തെ പരിഹസിച്ച നിരൂപകർക്കും തടസ്സങ്ങൾ സൃഷ്ടിച്ച രാഷ്ട്രീയ എതിരാളികൾക്കും മുന്നിലൂടെ തലയുയർത്തിപ്പിടിച്ച് അദ്ദേഹം തമിഴ്നാടിന്റെ ഭരണചക്രം കയ്യിലെടുത്തു. വെള്ളിത്തിരയിലെ രക്ഷകൻ ഇന്ന് തമിഴ് ജനതയുടെ ജീവിതത്തിലെ യഥാർത്ഥ രക്ഷകനായി മാറിയിരിക്കുന്നു. ന്യൂസ് ഡെസ്ക് ഇന്ത്യ മിറർ.